ശബരിമലയുമായിട്ടുള്ള ബന്ധം എനിക്ക് തോന്നുന്നു 82-83 കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. ലാലിനോളം പ്രായം ആ ബന്ധത്തിനില്ലെങ്കിൽ ലാലിന്റെ ജീവിതത്തിൽ സംഭവിച്ച എപ്പിസോഡ്സൊക്കെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ നവോദയ അപ്പച്ചൻ സാറിന്റെ വീട്ടിൽ ഒരു സിനിമ കരിയർ ആവണം എന്ന് നിശ്ചയിച്ച പ്രായത്തിൽ ആദ്യമായിട്ടൊരു ഓഡിഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതും ശ്രീ സിബി മലയിൽ ഭാഗമായ പാചകയുടെ ഒരു ടീമുണ്ട്. ജോസാനും ജോസ്മോനും ഒക്കെയാണ്, രാജീവ് കുമാർ. അത് കഴിഞ്ഞ ഓഡിഷൻ അന്ന് നടത്തിയില്ല. അത് കഴിഞ്ഞ് നവോദയയുടെ കാക്കനാടുള്ള ഓഫീസിൽ വെച്ചാണ് ഓഡിഷൻ നടന്നത്. അന്ന് കണ്ണൂര് കണിമലറിന്റെ എന്ന് പറയുന്ന ഗാന ചിത്രീകരണം, അതിന്റെ ഒരു ടെസ്റ്റ് നടത്തിയതിൽ ഒരു കുഞ്ഞിന് തലയാണ രൂപത്തിലെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് നെഞ്ചത്തോട് കുഞ്ഞിനെ എങ്ങനെയാണ് നെഞ്ചത്തെ തോളിൽ കമത്തി കടത്തി പാടി വളർത്തേണ്ടതെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് അന്ന് തന്നത്. ആ കുഞ്ഞിനെ മലയാള കുഞ്ഞിനെ എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത് സിബി മലയിൽ. ഞാനിപ്പോഴും മാർക്ക് 2 ഇട്ടതെന്ന് എനിക്കറിയാം. 2 മാർക്കിലൊന്നും ഒരു കാര്യമില്ല. അന്ന് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്ന് മാത്രം എനിക്കറിയാം. തെരഞ്ഞെടുത്തു എന്ന് അറിയിച്ചതും സിബി തന്നെയാണ്. പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് ആ റോളിൽ കൊടിയേറ്റൻ ഗോപിച്ചേട്ടൻ അനുഭവിക്കുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പ്രാചിക തെരഞ്ഞെടുത്തതാണോ എന്ന് പോലും എനിക്ക് സംശയമായി. പക്ഷെ പിന്നീട് സിനിമ റിലീസായി കഴിഞ്ഞ് ഈ പാട്ടും കേട്ടും ഉള്ളൊരു വിഷമമുണ്ട്. പക്ഷെ അതിന്റെ വിശദീകരണം പിന്നീട് സിബി തന്നെയാണ് നൽകിയത്. പ്രായത്തിന്റെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും, അത് ഗോപിച്ചെടുത്ത് സംഗീതാനം നയിക്കുവാണ് പിന്നെ അവകാശം. എൻ്റെ കൂടെ അന്നത്തേക്ക് ഓഡിഷൻ നടത്തി സെലക്ട് ചെയ്തിരുന്നത് ആശാ ജയറാണ്. പക്ഷെ വീണ്ടും ഒരു സ്വന്തം കുഞ്ഞുണ്ടാവാം എന്ന ഒരു പ്രായത്തിന്റെ ഒരു ആനുകൂല്യമുള്ള കപ്പിളിന് ആ റോളിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന ഡിസ്കഷനിൽ ഒരു തിരിഞ്ഞ് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യങ് കപ്പിൾ വേണ്ട, ഒരു ഓൾഡർ കപ്പിളായിരിക്കണമെന്ന് നിശ്ചയിച്ചത്. ഈ വിശദീകരണം എനിക്ക് അന്ന് തന്നത് സിബി തന്നെയാണ്. പക്ഷേ സിബിയുടെ സിനിമ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് സാന്ത്വനത്തിലും ഈ പറഞ്ഞ ഒരുപക്ഷെ സിന്ധൂര രേഖയുടെ കാര്യം